വെൽക്കം ടു സൈറാസ് വേൾഡ്. വഴുതനങ്ങ ബജി ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള വലിയ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് തക്കാളി വഴുതനങ്ങ എന്ന് പറയും. അതുപോലെ തന്നെ ഇതുപോലുള്ള വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ കിട്ടും. ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതിയാകും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ വട്ടം പീസുകളായി അരിഞ്ഞെടുത്ത് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി വാരിയെടുക്കണം. ഇത് കഴുകി വാരി ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ട ബാറ്റർ എങ്ങനെയാണ് ശരിയാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിനകത്തോട്ട് രണ്ട് സ്പൂൺ അളവിൽ കടലമാവ് ചേർക്കണം. നമ്മളെടുക്കുന്ന തവിയുടെ അനുസരിച്ചിരിക്കും. ഒരു സ്പൂണ് രണ്ടെടുത്ത് 2:1 അളവിൽ അരിപ്പൊടി എടുക്കണം. ഉപ്പ് ചേർക്കണം. കുറച്ച് മുളക് പൊടി ചേർക്കണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂടുതൽ ചേർക്കാവുന്നതാണ്. അല്പം കായപ്പൊടി ചേർക്കണം. ഇത് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. മാവ് അതേ പിടിക്കത്തക്ക രീതിയിൽ ശരി കട്ടിയിൽ കുഴച്ചെടുക്കണം. അതിനകത്തോട്ട് മല്ലിയില ഉണ്ടെങ്കിൽ അല്പം മല്ലിയിലൂടെ ചേർക്കാവുന്നതാണ്. കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണ ചൂടാകാൻ ഞാൻ വെച്ചിട്ടുണ്ട്. എണ്ണയ്ക്കകത്തോട്ടിട്ട് മുക്കിപ്പൊരിച്ച് എടുക്കാവുന്നതാണ്. ചൂടായ എണ്ണയിൽ ഓരോന്നായിട്ട് മുക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ബാറ്റർ ഒത്തിരി ലൂസായി പോകരുത്. ഇത് കുഴഞ്ഞിരിക്കത്തക്കോണം നമുക്ക് കിട്ടണം. എന്നാൽ ഒത്തിരി കുഴയുകയും വേണ്ട. ഇതായി വരുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് തിരിച്ചിടാവുന്നതാണ്. ഇത് ആയി വരുന്നുണ്ട്. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയായ വഴുതനങ്ങ ബജി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ വരുമ്പം 4 മണിക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. നമുക്കും വെറുതെ ഇരിക്കുമ്പോൾ ഇതൊരു സ്നാക്കായിട്ടുണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കാവുന്നതാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.